സുഭദ്രാമേ, എന്ത് സംഭവിക്കാൻ? ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യം എന്റെ ജീവിതത്തിൽ നടന്നു. അല്ല എന്തേ? എന്റെ കുട്ടീനെ അവരെന്റെ കൺമുന്നിൽ നിന്ന് തട്ടിക്കൊണ്ടു പോയി. തട്ടിക്കൊണ്ടു പോവാനോ? അതെങ്ങനെ? നിങ്ങൾ എപ്പോഴും പാറുട്ടിന്റെ വയ്യാലെ തന്നെ ഉണ്ടാവലുണ്ടല്ലോ, പിന്നെ എങ്ങനെയാ സംഭവിച്ചേ? ആ എന്നെ സുഭദ്രാമേ, അതെങ്ങനെ സംഭവിച്ചേ? എന്റെ കുട്ടീനെ അവരെന്റെ മുന്നിൽ നിന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. അതെങ്ങനെ സുഭദ്രാമേ, ഞമ്മക്കും കൂടി പറഞ്ഞേരി. ഞാൻ പറയാം. പാറൂട്ടി വാ, വീട്ടിലേക്ക് തിരിച്ചോവാ. ഈ അമ്മയുടെ 100 വട്ടം പറഞ്ഞു ഞാൻ വരുന്നില്ലാന്ന്. അമ്മ പോയിക്കോ. എന്റെ കുട്ടീനെ ഒറ്റക്കാക്കിട്ട് അമ്മ പോവാ. എത്ര വട്ടായി പറഞ്ഞു ഞാൻ വരുന്നില്ല. എന്നാലേ ഇവിടെ ഒറ്റക്ക് നിന്നോ. ഓക്കേ, അമ്മ പോവാട്ടാ. അമ്മ പോയിക്കോ. എനിക്കൊന്നുമില്ല, എനിക്ക് ആരും പേടിയില്ല. എന്റെ ഈശ്വര, ഈ പെണ്ണിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? എന്താ കടവ് പറ്റിയിട്ടും ഈ പെണ്ണ് കൂടെ വരുന്നില്ല. ഐഡിയ കിട്ടി. നോക്ക് പാറു, അമ്മ നല്ല ടേസ്റ്റ് ഉള്ള മാന്റെ ഇറച്ചി പൊളിച്ചു വെച്ചിട്ടുണ്ട്. അമ്മ സത്യാണോ പറയണേ? ആദ്യം അമ്മയുടെ ചക്കരയ്ക്ക് വേണ്ടിട്ട് അമ്മ നല്ല രുചിയുള്ള മാന്റെ ഇറച്ചി പൊരിച്ചു വെച്ചിട്ടുണ്ട്. വാ, നമുക്ക് രണ്ടുപേർക്കും പോയിട്ട് കഴിക്കാം. ശരിയമ്മ. എന്നാ ബാബാ, അമ്മയുടെ കൈ പിടിക്ക്. പിടിക്കാം. ഹോ, ഭാഗ്യം. തിന്നണ കാര്യം പറഞ്ഞപ്പോഴെങ്കിലും കുട്ടി കൂടെ വന്നല്ലോ. മനുഷ്യൻ പേടിച്ച് വിറച്ച് നിൽക്കായിരുന്നു. ഇപ്പൊ സന്തോഷായി. സുഭദ്ര, ഇതാരെ പെണ്ണെ വിളിക്കുന്നേ? അമ്മ, ആരാ വിളിക്കുന്നുണ്ട്? അയ്യോ, രാമൻ. അപ്പോ നീ എന്നെ മറന്നു പോയിട്ടില്ല അല്ലേടി? അയ്യോ ഈശ്വര, ഇവനെന്നെ കണ്ടപ്പോ എങ്ങനെയാ മനസ്സിലായേ? നിന്നെ സുഭദ്ര എന്ന് വിളിച്ചത് ദേ ഈ ഞാൻ തന്നെയാ. നിന്നെ കണ്ടപ്പോ, നിന്റെ രൂപം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. അത് എങ്ങനെയാണെന്നായിരിക്കും നീ ഇപ്പൊ ചിന്തിക്കുന്നേ അല്ലേടി? നിനക്ക് ശാപം കിട്ടിയിട്ട് നീ വൃത്തികെട്ട രൂപത്തിലേക്കായ കഥയൊക്കെ ഞാൻ അറിഞ്ഞു. അയ്യോ അമ്മ, ഇവരെന്തൊക്കെയാ പറയണേ? അയ്യോ, എന്റെ മോളെ നമുക്ക് വേഗം നമ്മുടെ വീട്ടിലേക്ക് പോവാം. അയ്യോ, വേഗം തന്നെ പോണല്ലേ? ഇതൊക്കെ ആരാ? അമ്മയുടെ കൂട്ടുകാരായിരിക്കും. അമ്മ, ഇത് അമ്മയുടെ കൂട്ടുകാരാണോ? അതെ മോളെ, അമ്മയുടെ കൂട്ടുകാരനാ ഞാൻ. മോള് എന്റെ കൂടെ വരുന്നോ? ഈശ്വര, എനിക്ക് പേടിയാവുന്നു. അയ്യോ, ഞാനിപ്പോ എന്തുവാ ചെയ്യാ? മോളെ, അമ്മയുടെ പൊന്നുമോള് അമ്മയുടെ കൈ പിടിച്ചിട്ട് വേഗം വാ. അമ്മ എന്തിനെങ്ങനെ പേടിക്കണേ? അമ്മയുടെ സുഹൃത്തുക്കളല്ലേ ഇതെല്ലാം? അല്ല, ഇത് അമ്മയുടെ സുഹൃത്തുക്കളല്ല, പിന്നെ ഇത് അമ്മയുടെ ശത്രുവാ. എടാ രാധാകൃഷ്ണ, ഈ തള്ളയും മോളും ഇപ്പൊ ഇവിടുന്ന് ഓടി രക്ഷപ്പെടും. നമുക്ക് പിന്നെ ഒരിക്കലും ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ സാധിക്കില്ല. ശരിയാ സ്വാമിജി. അപ്പോ നമ്മൾ എന്താ ചെയ്യണ്ടേ? സ്വാമിജി ആ വടി ഇങ്ങെടുക്ക്. ശരി രാധാകൃഷ്ണ. എന്നിട്ട് എന്താ ചെയ്യണ്ടേ? അത് ഞാൻ ചെയ്തോളാം. നിങ്ങൾ ആദ്യം പോയിട്ട് ആ വടി ഇങ്ങെടുക്ക്. ശരി. മോളെ പോവാം. എടാ ചന്ദ്ര, പഴം വിഴുങ്ങിയ പോലെ നിൽക്കാതെ കുട്ടീനെ അങ്ങ് പിടിക്കേ. ശരി. എന്റെ കുട്ടീനെ വിടണോ? തന്നോടല്ലേ പറഞ്ഞത് എന്റെ കുട്ടീനെ വിടാൻ. എടി സുഭദ്ര, ഇത് നിന്റെ മാത്രം കുഞ്ഞല്ല, എന്റെയും കൂടി കുഞ്ഞാ. ഇവരെന്തൊക്കെയാ പറയുന്നേ? അപ്പോ ഇതെന്റെ അച്ഛനാണോ? ഈശ്വര, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ കുട്ടീനെ വിടാനാ തന്നോട് പറഞ്ഞേ. ചന്ദ്ര, ഇവള് എന്റെയും കൂടി കുട്ടിയാ, നീ വിടാൻ നിക്കണ്ട. രാധാകൃഷ്ണ, ദേ വടി. സ്വാമിജി വടി കിട്ടിയില്ലേ? അതെടാ, ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ പോവാ നീ? അത് സ്വാമിജി ദേ കണ്ടോ. അയ്യോ അയ്യോ, എന്റെ തല. അയ്യോ ഈശ്വര. സ്വാമിജി, ചന്ദ്ര, എത്രയും പെട്ടെന്ന് ഈ കുട്ടിയെ ഇവിടുന്ന് കൊണ്ടുപോ. ശരി രാധാകൃഷ്ണ, ഇങ്ങോട്ട് വാടി. നടക്കടി മുന്നോട്ട്. നിന്റെ അമ്മ ഇനി നിന്റെ അടുത്തേക്ക് വരില്ല. എന്റെ ചന്ദ്ര, അവിടെ നിന്ന് കിന്നാരം പറയത് എത്രയും പെട്ടെന്ന് കുട്ടിയെ ഇവിടുന്ന് കൊണ്ടുപോ. അതിനെന്റെ രാധാകൃഷ്ണ ഈ പെണ്ണുങ്ങ് വരുന്നില്ല. വരുന്നില്ലെങ്കിൽ അവളെ വലിച്ചേച്ച് കൊണ്ടുപോ. ശരി രാധാകൃഷ്ണ, ഇങ്ങോട്ട് വാടി. രാധാകൃഷ്ണ, ഈ പെണ്ണിനെ അടിക്കുന്നോ? ഓ എന്റെ ദേവി, എത്രയും പെട്ടെന്ന് ആ പെണ്ണിനെ ഇവിടുന്ന് കൊണ്ടുപോ. നീ എന്നെ അടിക്കും അല്ലടി? നിനക്ക് ഞാൻ കാണിച്ചു തരാം. അയ്യോ അയ്യോ, എന്റെ മോളെ. എന്നിട്ട് എന്ത് സംഭവിക്കാൻ? അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ എന്റെ കുട്ടീനെ കണ്ടിട്ടില്ല. സംഭവിച്ചിട്ട് കൊറേ കാലായി. അല്ല സുഭദ്രാമേ, എന്നാലും ആരാ തട്ടിക്കൊണ്ട് പോയത് നിങ്ങൾക്ക് അറിയില്ല? ആ രാധാകൃഷ്ണനുണ്ട്, അവന്റെ കൂടെ 2 പേരും കൂടി ഉണ്ടായിരുന്നു. അതാരാ? അവരെനിക്ക് അറിയാൻ പാടില്ല. ആമിന.
എന്താ നമ്മേ? പിന്നെ ആമിന, ഞാൻ എന്നോട് ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ പറഞ്ഞോളി. അത് വേറൊന്നല്ല ആമിന, അന്ന് എനിക്ക് ഓർമ്മല്ലേ നമ്മൾ പ്രേത ബംഗ്ലാവില് അകപ്പെട്ടു പോയത്? ആ, ഓർമ്മണ്ട്. അന്ന് ഞമ്മളെ ആ ബംഗ്ലാവിൽ ഇട്ട് പൂട്ടിയ സ്വാമിജിനെയും ചന്ദ്രശേഖരനെയും എനിക്ക് ഓർമ്മണ്ടോ? ആ, ഓർമ്മണ്ട്. ഊരിൽ രണ്ടാളും കുട്ടികളെ തട്ടിക്കൊണ്ട് പോണ ആൾക്കാരല്ലേ? ആ, അത് ഇജ്ജ് പറഞ്ഞ ശരിയാ. നമ്മളെ നാട്ടില് കുട്ടികളെ തട്ടിക്കൊണ്ട് പോവാണെങ്കിൽ അത് സ്വാമിജിയും ചന്ദ്രശേഖരനും തന്നെയാക്കും. എന്താ ഉമ്മ, മിക്കവാറും നമ്മളെ പാറൂട്ടിനെ തട്ടിക്കൊണ്ട് പോയത് ആ ചന്ദ്രശേഖരനും സ്വാമിജി തന്നെയാക്കും. ഇന്നൊരിക്കൽ തട്ടിക്കൊണ്ട് പോയത് ഉമ്മമ്മക്ക് ഓർമ്മല്ലേ? ആ, ഓർമ്മണ്ട്. നമുക്ക് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല ഐറ്റകൾ എന്നാണ് തട്ടിക്കൊണ്ട് പോയതെന്ന്. നിങ്ങൾ എന്താണ് സംസാരിക്കണേ? പിന്നെ സുഭദ്രാമ്മ, നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങളെ മോളെ തട്ടിക്കൊണ്ട് പോയ ആൾക്കാരെ കുറിച്ചിട്ട്? ആ, പറഞ്ഞോ. നമ്മളെ നാട്ടിലുണ്ടല്ലോ, ഈ തട്ടിക്കൊണ്ട് പോവാണെങ്കിൽ അത് മിക്കവാറും ഒരു സ്വാമിജി എന്ന് പറഞ്ഞ ചങ്ങായിയും പിന്നെ അപ്പോൾ തന്നെ ഒരു ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ ചങ്ങായി ഉണ്ട്. ഓരായിരിക്കും തട്ടിക്കൊണ്ട് പോവാന് 100% സാധ്യത. എന്താ നിങ്ങൾ പേര് പറഞ്ഞേ? ചന്ദ്രശേഖരനും സ്വാമിജിയും. അതെ അതെ, ഞാൻ ഓർക്കുന്നു. ആ പേര് തന്നെയാണ് അന്ന് രാധാകൃഷ്ണൻ അവരെ വിളിച്ചത്. ആണോ? അതെ. എന്നാ പിന്നെ നിങ്ങളൊന്നും പേടിക്കണ്ട സുഭദ്രാമേ. നിങ്ങളെ കുട്ടീനെ നിങ്ങളെ കയ്യിൽ കിട്ടീന്ന് ആലോചിച്ചാ മതി. അതെന്താ? അതൊക്കെ അങ്ങനാണ്. എന്താ നിങ്ങൾ പറഞ്ഞ? എനിക്ക് മനസ്സിലാവണില്ല. നിങ്ങൾ ഈ പറഞ്ഞ ചന്ദ്രശേഖരനെയും സ്വാമിജിനെയും ഞമ്മക്ക് നല്ല പരിചയമുണ്ട്. അയറ്റകളെ താവള എവിടാന്നും ഞമ്മക്കറിയാം. നിങ്ങൾ ഈ പറയുന്ന സത്യാണോ? അതെ, നമ്മൾ പറയുന്ന മുഴുവനും സത്യ. അങ്ങനെയാണെങ്കിൽ എന്റെ കുട്ടീനെ എനിക്ക് രക്ഷിക്കണം. എന്റെ കുട്ടീനെ എനിക്ക് തിരിച്ചു വേണം. നിങ്ങൾ ഒരു വിധത്തിലും ടെൻഷൻ ആവേണ്ട സുഭദ്രാമേ. നമ്മൾ നിങ്ങളെ കുട്ടീനെ രക്ഷിച്ചിരിക്കും. ഈശ്വര, എന്റെ കുട്ടി ഇപ്പൊ എവിടെയാണാവോ? അതിനൊരു ഉത്തരവേ ഉള്ളൂ എന്റെ സുഭദ്രാമേ. നിങ്ങളെ കുട്ടി ഇപ്പോ ആ സ്വാമിജിനെയും ചന്ദ്രശേഖരനെയും കസ്റ്റഡിയിലാണ്. അതൊക്കെ നമ്മൾ പുല്ല് പോലെ രക്ഷപ്പെടുത്തു. ഇതാലോചിച്ചിട്ട് നിങ്ങൾ ഇത്രയും നേരം ഇവിടുന്ന് സങ്കടപ്പെട്ടേ? എന്റെ കുട്ടീനെ രക്ഷപ്പെടുത്താൻ കഴിയായിരിക്കൂലേ? നിങ്ങൾ ബേജാറാവണ്ട, നമ്മളില്ല നിങ്ങളെ കൂടെ. ഈശ്വര, എന്റെ കുട്ടി ഇപ്പൊ എന്ത് ചെയ്യായിരിക്കും? എത്ര ദിവസമായി ഞാൻ എന്റെ മോളെ കണ്ടിട്ട്. എടാ ചന്ദ്ര, എത്ര ദിവസമായി നമ്മൾ ഇവിടെ തന്നെ നിർത്തുന്നു ഈ പെണ്ണിനെ? അതേ സ്വാമിജി, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവളെ നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിക്കണം. ഇനി ഇവളെയും തേടിയിട്ട് ആരും വരില്ല. അതെ. ഇവളെ അച്ഛൻ തന്ന കൊട്ടേഷൻ അല്ലേ? അതെ സ്വാമിജി. ഇവളുടെ തള്ളയാണെങ്കിൽ ഒരു മൊട്ടച്ചി, അത് കാട്ടിൽ ശാപം കിട്ടിയ ഒരു ജന്തു. ആരും ഇവളെ തേടി വരില്ല. എന്നാ പിന്നെ നമ്മൾ പറഞ്ഞ ആ സ്ഥലത്തേക്ക് തന്നെ ഇവളെ കൊണ്ടുപോവാം. നല്ല പൈസ കിട്ടും. അതെ സ്വാമിജി, ഇവളുടെ വൃക്ക, കണ്ണ്, പല സാധനങ്ങൾ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് അവിടെ വിറ്റ് കഴിഞ്ഞാൽ നല്ല പൈസ കിട്ടും. അതെ. എന്നാ പിന്നെ ഒന്നും നോക്കാനില്ല, എത്രയും പെട്ടെന്ന് ഇവളെ നമുക്ക് അവിടെ എത്തിക്കണം. ഹലോ കൂട്ടുകാരെ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടിട്ട് വന്നതാട്ടോ. നമ്മുടെ ചാനലിൽ ഇനി 3000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടിട്ട് ഇനി കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടി മതിട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറന്നു പോയിക്കില്ല കൂട്ടുകാരെ. പുതുതായി നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറന്നു പോയിക്കില്ല കൂട്ടുകാരെ. നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരെ, നമ്മുടെ ഈ കഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കൂട്ടുകാർക്ക് പറയാനുണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ലവ് യു ഓൾ. ബൈ.